ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്, മാക്സിമ മിനിമയുടെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ സാധാരണ മാക്സിമം മിനിമയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോബ്ലം ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ, എന്താ പറയുക, ഒരുപാട് പേർക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ചെയ്യാന്നുള്ളത്. നമുക്ക് നേരെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഡിസ്കസ് ദ മാക്സിമം ആൻഡ് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു എ മൈനസ് എക്സ് മൈനസ് വൈ തന്നാൽ നമുക്ക് തന്നത് ആദ്യം എഴുതാം. ഗിവൺ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു എ മൈനസ് എക്സ് മൈനസ് വൈ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്? എഫ് എക്സ് എഫ് വൈ അതൊക്കെയല്ലേ കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കാണാം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഒരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഈ എക്സ് വൈനെ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് ബാക്കി എന്താ ഉണ്ടാവുക? എ എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ എന്നായിട്ട് മാറി. ആണല്ലോ, ഈ എക്സ് വൈനെ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നോക്കിക്കേ, ഇനി നമ്മൾ എഫ് എക്സ് കാണണം. ഓക്കെ, നമ്മൾ സാധാരണ പോലെ തന്നെ ഇനി 5 ഡെറിവേറ്റീവ്സ് എഫ് എക്സ് എഫ് വൈ എഫ് എക്സ് വൈ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ ഈ 5 എണ്ണം കാണണം. അപ്പോൾ നമുക്ക് ആദ്യം എഫ് എക്സ് കാണാം. എഫ് എക്സ് കാണുന്നതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് കുട്ടികൾ ഞാൻ എഴുതി കണ്ടിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് എഫ് എക്സിന് എഴുതി കണ്ടിട്ടുണ്ട്. അമാതിരി എഫ് ഓഫ് എന്താ പറയുക എക്സ് കോമ വൈ എന്ന് എഫ് എക്സ് വൈക്ക് എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. എഫ് ഓഫ് എക്സ് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഫംഗ്ഷനാണ്, ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ അതൊരു 2 വേരിയബിൾ ഫംഗ്ഷനാണ്. അവിടുത്തെ വേരിയബിൾസ് എക്സും വൈയും ആണ്. അല്ലാണ്ട് എഫ് എക്സ് വൈ എന്നുള്ളത് നിങ്ങൾ എന്താ പറയുക പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എഫ് എക്സ് ഇങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലാണ്ട് എഫ് ഓഫ് എക്സ് എന്ന് എഴുതരുത്. അത് തെറ്റാണ്, അതൊരു ഫംഗ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇത് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് എഴുതിയാൽ മതി. ഈ 2 നൊട്ടേഷനും സെയിം ആണ്. ചില കുട്ടികൾ വിചാരിക്കും ഇത് രണ്ടും രണ്ടാണെന്നാണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അത് എഫ് എക്സ് ആണ്. അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് എഫ് വൈ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് എഫ് വൈ എക്സ് ആണ്. ഇവിടെയും തെറ്റിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ നേരെ പോയിട്ട് ഇത് എഫ് എക്സ് വൈ ആണെന്ന് എഴുതും, കാരണം ഇവിടെ എക്സും വൈ ആണല്ലോ വരുന്നത്. പക്ഷേ ഈ എഫിൻ്റെ നൊട്ടേഷൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നാണ്. അതായത് ഇവിടെ നൊട്ടേഷൻ എഴുതുന്ന സമയത്ത് അത് തല തിരിഞ്ഞിട്ടാണ് വരിക. പിന്നെ എഫ് എക്സ് എക്സ് എന്ന് എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അതുമാതിരി എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. സോ നിങ്ങൾക്ക് ഈ നൊട്ടേഷൻ എഴുതാൻ അറിയില്ലെങ്കിൽ ഈ നൊട്ടേഷൻ എഴുതാം. സോ ഈ നൊട്ടേഷൻസ് ഒന്ന് ഇപ്പം തന്നെ നോക്കി വെച്ചോളൂ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ ഞാൻ ജനറലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാണ്. കാരണം അത് ഒരുപാട് കുട്ടികൾ മിസ്റ്റേക്ക് എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മാർക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി എഫ് എക്സ് കാണുന്ന സമയത്ത് എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ. സോ നോക്കിക്കേ, ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എ എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്താണ്? വൈയും എയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ടേം എ എക്സ് വൈ, എയും വൈയും കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ എന്താ ഉള്ളത്? ബാക്കി അവിടെ എക്സ് ആണുള്ളത്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഇനി അടുത്ത ടേം എന്താ? അടുത്ത ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. എക്സ് സ്ക്വയർ വൈ ആണ് അടുത്ത ടേം ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ വൈ എടുക്കുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഞാൻ വൈനെ പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ ഉള്ളത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് അടുത്തത് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്ന സമയത്ത് വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുത്ത ബാക്കി അതെന്താണ്? അവിടെ എക്സ് ആണ് ഉണ്ടാവുക. എക്സ് ആണ് ഉണ്ടാവുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ഇത് എന്തായിട്ട് മാറി? എ വൈ മൈനസ് 2xy മൈനസ് വൈ സ്ക്വയർ ആയിട്ട് മാറി. സോ ഇതാണ് നമ്മുടെ എഫ് എക്സ്. അതുപോലെ തന്നെ എഫ് വൈ എന്താണ്? എഫ് വൈ എന്ന് പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ എ എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ എന്നാണുള്ളത്. അപ്പോൾ നോക്കിക്കേ, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എയും എക്സും ആണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആദ്യത്തെ ടേമിൽ തന്നെ എ എക്സ് വൈ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുന്ന സമയത്ത് എയും എക്സും കോൺസ്റ്റൻ്റ് ആണ്. സോ എ എക്സിന് ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ വൈ ആണുള്ളത്. വൈൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ് അവിടെ ഉള്ളത്. എക്സ് സ്ക്വയർ വൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തായിട്ടായിരിക്കും മാറുന്നത്? എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ ഉള്ളത് വൈ ആണ്. സോ വൈൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഇവിടെ എക്സ് വൈ സ്ക്വയർ, എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് വൈ സ്ക്വയർ, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. സോ എഫ് വൈ എന്തായിട്ട് മാറി? എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xy ആയിട്ട് മാറി.
ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫ് എക്സ് എക്സ് ആണ്. അപ്പം നോക്കിക്കേ, എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, ഇതെന്തായിട്ട് മാറും? എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എയും വൈയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ വൈ അത് കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അത് 0 മൈനസ് 2xy. ഞാൻ പറഞ്ഞു വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ 2ഉം വൈയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2y പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ളത് എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് വൈ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ ഇത് 0 ആയിട്ട് മാറി. ദിസ് ഈസ് ഈക്വൽ ടു -2y. ഇനി ഇതേ ലോജിക്കിൽ നമ്മൾ എഫ് വൈ വൈ കാണാൻ പോവാണ്. എഫ് വൈ വൈ നോക്കിക്കേ, എഫ് വൈ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ എഫ് വൈനെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇതാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം. എഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എയും എക്സും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ആദ്യത്തെ ടേം തന്നെ എ എക്സ് ആണ്, എല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ 0 മൈനസ് എക്സ് സ്ക്വയർ അത് വീണ്ടും ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ 0 മൈനസ് 2xy വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2ഉം എക്സും കോൺസ്റ്റൻ്റ് ആണ്. സോ ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു, ബാക്കി അവിടെ ഉള്ളത് വൈ ആണ്. വൈൻ്റെ ഡെറിവേറ്റീവ് 1, സോ -2x ആയിട്ട് മാറി. സോ എഫ് എക്സ് എക്സും എഫ് വൈ വൈയും കിട്ടി. ഇനി ഇവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല, നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കാനുണ്ട്, എഫ് എക്സ് വൈയും കൂടി കണ്ടുപിടിക്കാനുണ്ട്. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ്. ഓക്കെ, ഇവിടെയാണ് കുട്ടികൾ ഞാൻ പറഞ്ഞില്ല തെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ക്വസ്റ്റിൽ. അത് ആദ്യത്തെ കാര്യം ഇതാണ്, ഈ എഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നതിലാണ് ഇവിടെ തെറ്റിക്കാറുള്ളത്. എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പം നോക്കിക്കേ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എയും എക്സും ഈ ബാക്കി നമ്പേഴ്സും എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, എ വൈ ഇവിടുത്തെ കോൺസ്റ്റൻ്റ് എന്താ? വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ എയും എക്സും നമ്പേഴ്സാണ് കോൺസ്റ്റൻ്റ്. അപ്പോൾ എ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, എനെ പുറത്തേക്ക് എടുത്തു, ബാക്കി വൈ ആണല്ലോ, വൈൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 2xy വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ 2ഉം എക്സും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2xനെ പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ളത് വൈൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2y. സോ എഫ് എക്സ് വൈ എന്തായിട്ട് കിട്ടി? a മൈനസ് 2x മൈനസ് 2y. സോ ഇത് ഒരുപാട് കുട്ടികൾ തെറ്റിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് തന്നെത്താനെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നത് നിങ്ങളൊന്ന് തന്നെത്താനെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കിട്ടുന്ന ആൻസർ എൻ്റെ ആൻസർ സെയിം ആണോ എന്ന് നോക്കുക. അപ്പോൾ ഒരുപാട് കുട്ടികൾ തെറ്റിച്ചൊരു മിസ്റ്റേക്കാണ് എഫ് എക്സ് വൈ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വാല്യൂസാണ് വേണ്ടത്? എഫ് എക്സ് കിട്ടി, എഫ് വൈ കിട്ടി, എഫ് എക്സ് വൈ കിട്ടി, എഫ് എക്സ് എക്സ് കിട്ടി, എഫ് വൈ വൈ കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എഫ് എക്സിനെ 0നോട് ഇക്വേറ്റ് ചെയ്യും. എഫ് എക്സ് ഈക്വൽ ടു 0 എന്നും എഫ് വൈ ഈക്വൽ ടു 0 എന്നും ചെയ്യും. എഫ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? എഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ വൈ മൈനസ് 2xy മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. എഫ് വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xy ഈക്വൽ ടു 0 ആണ് എഫ് വൈ ആയിട്ട് കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ നോക്കിക്കേ, ആദ്യം നമുക്ക് എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എ വൈ മൈനസ് 2xy മൈനസ് വൈ സ്ക്വയർ, ഇവിടെ എല്ലായിടത്തും വൈ കോമൺ ഇല്ലേ, അത് ഞാൻ പുറത്തേക്ക് എടുത്തു. വൈ ഇൻറ്റു എ മൈനസ് 2x മൈനസ് വൈ ഈക്വൽ ടു 0 ആയിട്ട് മാറി അല്ലേ. വൈ പുറത്തേക്ക് എടുത്ത് എങ്ങനെയല്ലേ വരുള്ളൂ. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് 0നോട് ഈക്വൽ ആണെങ്കിൽ അതെന്തായിട്ട് മാറും? വൈ ഈക്വൽ ടു 0യും എ മൈനസ് 2x മൈനസ് വൈ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് 2xന് മൈനസ് വൈന് ഞാൻ അപ്പുറത്തേക്ക് എടുത്താൽ എ ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 2x ആയിട്ട് മാറി, മൈനസ് വൈ പ്ലസ് വൈ ആയിട്ട് മാറി. ഞാനിതിന് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും വിളിക്കുകയാണ്. ഓക്കെ, അപ്പം എഫ് എക്സ് ഈക്വൽ ടു 0 സോൾവ് ചെയ്തപ്പോഴാട്ടോ ഇത് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇനി എ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xy ഈക്വൽ ടു 0, എഫ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇവിടെ എല്ലായിടത്തും എക്സ് കോമൺ അല്ലേ. സോ ഞാൻ എക്സിനെ പുറത്തേക്ക് എടുത്തു, ബാക്കി എ മൈനസ് എക്സ് മൈനസ് 2y ഈക്വൽ ടു 0 ആയിട്ട് മാറി. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ നോക്കിയാൽ എക്സ് ഈക്വൽ ടു 0യും എ മൈനസ് എക്സ് മൈനസ് 2y ഈക്വൽ ടു 0. അപ്പോൾ എൻ്റെ വാല്യൂ എന്താണ്? എക്സ് പ്ലസ് 2y. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇക്വേഷൻ 3 എന്നും ഇക്വേഷൻ 4 എന്നും വിളിച്ചു. ഇനി ക്രിട്ടിക്കൽ പോയിന്റിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളോട് എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞത്? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് എഫ് എക്സ് ആൻഡ് എഫ് വൈ ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയുള്ള പോയിന്റ്സിനാണ് എക്സ് കോമ വൈ എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റ് നിങ്ങൾക്ക് എഫ് വൈ ഈക്വൽ ടു 0 സോൾവ് ചെയ്ത് വന്നപ്പോൾ ഒരു പോയിന്റ് കിട്ടി, എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യണം.
ഓക്കെ, എക്സ് ഈക്വൽ ടു എയോ അല്ലെങ്കിൽ ബിയോ എന്ത് പോയിൻ്റ് ആയാലും ആ പോയിൻ്റ് എഫ് എക്സ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യണം. അതിനാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ എഫ് എക്സ് എഫ് വൈ എക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് ഡെഫിനേഷൻ പറഞ്ഞത്. അപ്പോൾ എഫ് എക്സ് ആൻഡ് എഫ് വൈ ബോത്ത് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെ അതായത് നിങ്ങൾക്കിപ്പോൾ എഫ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കിട്ടി, ആ പോയിന്റ് എന്തായിരിക്കണം, എഫ് എക്സ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളൊരു പോയിന്റ് കിട്ടിയില്ലേ, അത് എഫ് വൈ ഈക്വൽ ടു 0 സോൾവ് ചെയ്തപ്പോഴല്ലേ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എവിടെ സാറ്റിസ്ഫൈ ചെയ്യണം, എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ. അപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു 0 സോൾവ് ചെയ്ത് വന്നപ്പോഴാണ് ഒന്നുകിൽ വൈ ഈക്വൽ ടു 0 ആണെന്നും എ ഈക്വൽ ടു 2x + y ആണെന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അത് ഈ ഇക്വേഷനിലും സാറ്റിസ്ഫൈഡ് ആവണ്ടേ, അല്ലേ? അങ്ങനെയല്ലേ വരണ്ടേ. എഫ് വൈ ഈക്വൽ ടു സോൾവ് ചെയ്ത് വന്നപ്പോൾ എക്സ് ഈക്വൽ ടു 0 കിട്ടി, അത് എഫ് എക്സ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈഡ് ആവണ്ടേ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, അതിപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻറ്റു ഇക്വേഷൻ 3നെ ഞാൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എനിക്ക് എന്ത് കിട്ടും, എ ഈസ് ഈക്വൽ ടു 2x + y ആണ്. അപ്പം ഞാൻ 2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, എക്സ് കൊടുത്തു, 0 കൊടുത്തു. 2 × 0 + y. അപ്പം ഇതിനർത്ഥം എന്താണ്, എ ഈസ് ഈക്വൽ ടു 2 × 0 എന്ന് പറഞ്ഞാൽ 0 + y. അപ്പോൾ എ ഈക്വൽ ടു y എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കേ, എക്സിന് ഞാൻ 0 കൊടുത്തപ്പോഴാണ് എനിക്ക് വൈക്ക് എ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയത്. അപ്പോൾ നോക്കിക്കേ, ദ 0, a ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. കാരണം എന്താണ്, എക്സിന് 0 കൊടുത്തപ്പോഴാണ് വൈക്ക് എ കിട്ടിയത്. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, y ഈക്വൽ ടു 0 എന്നുള്ളൊരു പോയിന്റ് കിട്ടി. അത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയത്, എഫ് എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അത് എഫ് വൈ ഈക്വൽ ടു 0 എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആവണ്ടേ. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ, കൊടുത്താൽ എനിക്കൊരു വാല്യൂ കിട്ടണ്ടേ. അപ്പോൾ അത് എന്തായിട്ട് മാറി, സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 4. 1 ഞാൻ 4ൽ ഇട്ട് കൊടുത്ത് എന്തായിട്ട് മാറും, എ ഈസ് ഈക്വൽ ടു എക്സ് + 2y ആണ് ഇക്വേഷൻ. അപ്പം എക്സ് + 2 × 0. സോ എ ഈസ് ഈക്വൽ ടു എക്സ് + 0. സോ എ ഈക്വൽ ടു എക്സ് ആയിട്ട് മാറി. സോ y 0 ആകുമ്പോൾ എക്സ് എ ആണ്. സോ a, 0 ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ 2 ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയല്ലോ. ഇനി നോക്കി, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. എന്തായിരുന്നു അത്, ഇവിടെ ഓൾറെഡി y ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ, അതും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. കാരണം എഫ് എക്സ് ഈക്വൽ ടു 0യും എഫ് ഐ ഈക്വൽ ടു 0യും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് അല്ലേ നമുക്ക് വേണ്ടി. ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ നോക്കിക്കേ, 0, 0 ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 3 വി ഹാവ് 0, 0 ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി അവസാനത്തെ കോമ്പിനേഷൻ എന്താണ്, അവസാനത്തെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എ ഈക്വൽ ടു 2x + y ഉണ്ട്, ഇവിടെ എ ഈസ് ഈക്വൽ ടു എക്സ് + y ഉണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് 2 പോയിന്റ്സ് കിട്ടും. അപ്പോൾ അതും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇക്വേഷൻ 2ഉം 4ഉം സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ 2ഉം 4ഉം സോൾവ് ചെയ്യുമ്പോൾ ഈ 2 ഇക്വേഷൻസ് ഇങ്ങനെ കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ലീനിയർ ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാറുണ്ടായിരുന്നത്, എക്സിൻ്റെയും വൈൻ്റെയും കോഷ്യൻ്റ് സെയിം ആക്കായിരുന്നു ചെയ്തത്. അതായത് ഇവിടുത്തെ എക്സിൻ്റെ കോഷ്യൻ്റ് എന്താണ്, അത് 2. ഇവിടുത്തെ എക്സിൻ്റെ കോഷ്യൻ്റ് 1 ആണ്, ഇവിടുത്തെ വൈൻ്റെ കോഷ്യൻ്റ് 1 ആണ്, ഇവിടുത്തെ വൈൻ്റെ കോഷ്യൻ്റ് 2 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഷ്യൻ്റ് നമ്മൾ എന്താക്കും, അത് സെയിം ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ നോക്കിക്കുക, ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം എക്സിൻ്റെ കോഷ്യൻ്റ് ആണ് സെയിം ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷൻ 4 × 2 implies a × 2 എന്ന് പറഞ്ഞാൽ 2a ഈക്വൽ ടു എക്സ് × 2 എന്ന് പറഞ്ഞാൽ 2x + 2y × 4 എന്ന് പറഞ്ഞാൽ 4y. അപ്പോൾ ഇക്വേഷൻ 3, ഇതിനെ ഞാൻ ഇക്വേഷൻ 5 എന്ന് വിളിക്കാം അല്ലേ. 3 ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 5 ആക്കി കൊടുക്കാം. ഇക്വേഷൻ 2 എന്താണ്, ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ a ഈസ് ഈക്വൽ ടു 2x + y. നോക്കിക്കേ, 2 സ്ഥലത്തും എക്സിൻ്റെ കോഷ്യൻ്റ് സെയിം അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാണ് 5 - 2. ഇക്വേഷൻ 5 - 2 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി, 2a - a 2x - 2x 0, അത് എഴുതേണ്ട ആവശ്യമില്ല. 4y - y 3y. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി, a/3 എന്ന് കിട്ടി. വൈൻ്റെ വാല്യൂ a/3 കിട്ടി. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് y ഈസ് ഈക്വൽ ടു a/3 ഇൻ, ഞാനിപ്പോൾ ഇക്വേഷൻ 2ലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തായിട്ട് മാറും, a ഈസ് ഈക്വൽ ടു 2x + a/3 അല്ലേ. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോക്കിക്കേ, 2x ഈസ് ഈക്വൽ ടു a - a/3 ആയിട്ട് മാറി. അപ്പോൾ 3a/a/3 ഈക്വൽ ടു 2x.
അപ്പോൾ നോക്കിക്കേ 3a/a എന്ന് പറഞ്ഞാൽ 2a/3 ഈക്വൽ ടു 2x. അപ്പോൾ x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും? 2a/3 ഇൻറ്റു 2 ആയിട്ട് മാറും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു a/3. സോ എക്സിൻ്റെ വാല്യൂ a/3 ആണ്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ എന്തായിട്ട് മാറി? വൈൻ്റെ വാല്യൂ a/3, എക്സിൻ്റെ വാല്യൂ a/3. സോ a/3 ഈസ് എ ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഇനി നമുക്ക് ഒരു കോമ്പിനേഷൻസും ഇല്ലല്ലോ. സോ മൊത്തം ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം കൂടി എടുത്ത് എഴുതാണ് ചെയ്യേണ്ടത്. Therefore the critical points are, കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു? 0,0, a,0, 0,a ആൻഡ് a/3, a/3. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിനി ബോക്സ് വരയ്ക്കണം അല്ലേ? ഈ ബോക്സ് വരച്ചിട്ട് നമ്മുടെ fxx, fyy മൈനസ് fxy ഹോൾ സ്ക്വയറും fxx ഒക്കെ നോക്കിയിട്ട് സാഡിൽ പോയിന്റ്, മാക്സിമം പോയിന്റ്, മിനിമം പോയിന്റ്, പിന്നെ ഇൻകൺക്ലൂസീവ് ആണോ ടെസ്റ്റ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബോക്സ് വരയ്ക്കാം. അപ്പോൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 0,0 എന്നുള്ള പോയിന്റ് എടുക്കാം. അപ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? fxx, fyy മൈനസ് fxy ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കണം. ഇവിടുത്തെ fxx എന്താണ്? fxx ഇവിടെ -2y ആണ്. -2y ഇൻറ്റു fyy എന്ന് പറഞ്ഞത് -2x ആണ്. മൈനസ് fxy എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് a -2x -2y ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0,0 അല്ലേ? അപ്പോൾ ഞാൻ ഇവിടുത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി? -2 ഇൻറ്റു y 0 ആണ്. -2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അതുപോലെ തന്നെ -2 ഇൻറ്റു x 0 ആണ്. അപ്പോൾ -2 ഇൻറ്റു 0 പറഞ്ഞാൽ അത് 0 ആണ്. മൈനസ് a -2x 2 ഇൻറ്റു 0 പറഞ്ഞാൽ അത് 0 ആയിട്ട് മാറി. -2y y 0 ആണ്. അപ്പോൾ 2y എന്ന് പറഞ്ഞാൽ അത് 0 ആയി, ഈ ഹോൾ സ്ക്വയർ ആയിട്ട് മാറി. ദിസ് ഈസ് ഈക്വൽ ടു 0 മൈനസ് a ഹോൾ സ്ക്വയർ ആയിട്ട് മാറി. ദിസ് ഈസ് ഈക്വൽ ടു -a സ്ക്വയർ. പൊതുവേ കുട്ടികൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇവർ ഇതുവരെ കറക്റ്റായിട്ട് എഴുതും, എന്നിട്ട് ദിസ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ അങ്ങോട്ട് എഴുതും. ഈ മൈനസ് അവർ എന്താ പറയുക, ഒഴിവാക്കി വിടും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഈ മൈനസ് ഉള്ളത് അവിടെ തന്നെ എഴുതണം, -a സ്ക്വയർ. ഇനി നോക്കിക്കേ, ഇവിടെ എൻ്റെ വാല്യൂ, എ എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്കറിയാം a സ്ക്വയർ പോസിറ്റീവ് ആവും. സോ -a സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? -a സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്തായിട്ട് മാറും? അത് നെഗറ്റീവേ ആവുള്ളൂ. കാരണം a നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും a സ്ക്വയർ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ -a സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആവും. സോറി, -a സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആവും. സോ നോക്കിക്കേ, വെൻ a നോട്ട് ഈക്വൽ ടു 0, a 0 അല്ലാത്ത സമയത്ത് -a സ്ക്വയർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 0. ആ കേസിൽ നമ്മൾ fxx കാണേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ കൺക്ലൂഷൻ എന്തായിട്ട് എഴുതാം? സാഡിൽ പോയിൻ്റ് ആയിട്ട് എഴുതാം. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? a 0 ആണെങ്കിൽ വെൻ a ഈസ് ഈക്വൽ ടു 0 -a സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ a 0 ആവുന്ന സമയത്ത് എന്താണ്? -a സ്ക്വയർ 0 ആവും. -a സ്ക്വയർ 0 ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ fxx, fyy മൈനസ് fxy ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ഈ ടെസ്റ്റ് എന്താണ്? ഈ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. സോ ഇവിടെ രണ്ട് കേസ് ഉണ്ട്. ഒരു കേസ് എന്താണ്? a നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കേസും a ഈക്വൽ ടു 0. സോ അങ്ങനത്തെ രണ്ട് കേസാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് നമ്മൾ കേസായിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. സോ a ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ -a സ്ക്വയർ 0 ആവും. -a സ്ക്വയർ 0 ആയി കഴിഞ്ഞാൽ ഇതെന്താണ്? ഈ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. നമുക്കിതിലൊന്നും പറയാനില്ല. ഇനി നോക്കിക്കുക, അടുത്ത പോയിൻ്റ് എന്താണ്? അടുത്ത പോയിൻ്റ് നമുക്ക് a, 0 എടുക്കാം. a, 0 എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ fxx, fyy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -2y എന്നുള്ളത് എന്താണ്? y ഇവിടെ 0 ആണ്. അപ്പോൾ -2y എന്നുള്ളത് 0 ആണ്. ഇൻറ്റു അടുത്തത് -2x. അപ്പോൾ -2x എന്നുള്ളത് -2a ആയിട്ട് മാറും. മൈനസ് അടുത്തെന്താണ്? a -2x. അപ്പോൾ a -2a -2y. ഇവിടെ y 0 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു -2a എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പോൾ ഈ ടേമേ ക്യാൻസൽ ആയിപ്പോയി. ഇത് മൊത്തം ക്യാൻസൽ ആയി പോയില്ലേ? ഇനി ബാക്കി എന്താ ഉള്ളത്? -a -2a. a -2a എന്ന് പറഞ്ഞാൽ -a ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്തായിട്ട് മാറി? -a സ്ക്വയർ ആയിട്ട് മാറി. ഇവിടെയും രണ്ട് കേസ് എന്താണ്? വെൻ
എ നോട്ട് ഈക്വൽ ടു 0, എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മൈനസ് എ സ്ക്വയർ ലെസ് ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് എന്തായിട്ട് എഴുതാം? സാഡിൽ പോയിന്റ് ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ വെൻ എ ഈക്വൽ ടു 0, എ 0 ആണെങ്കിൽ ഈ മൈനസ് എ സ്ക്വയർ എന്തായിട്ട് മാറും? അത് ഈക്വൽ ടു 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻകൺക്ലൂസീവ് ആണ്. ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. നമുക്ക് കാര്യമായിട്ടൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് 0, a 0, a എന്തായിട്ട് മാറും? എഫ് എക്സ് എക്സ് എഫ് വൈ വൈയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം -2y എന്നാണ് വരുന്നത്. അപ്പോൾ -2a ഇൻറ്റു അടുത്തത് -2x അല്ലേ. അപ്പോൾ ഇവിടെ x 0 ആയതുകൊണ്ട് അത് 0 ആയിട്ട് മാറി. മൈനസ് a -2x, 2x എന്ന് പറയുമ്പോൾ അത് 0 ആണ്. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് -2y എന്നുള്ളത് 2a ഹോൾ സ്ക്വയർ. നോക്കിക്കേ, ഇതെന്തായാലും 0 ആയിട്ട് പോയി അല്ലേ. ബാക്കിയുള്ളത് മൈനസ് a -2a എന്ന് പറഞ്ഞാൽ മൈനസ് എ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ. ഇവിടെയും അതേ കേസ് തന്നെ. വെൻ a നോട്ട് ഈക്വൽ ടു 0, a നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മൈനസ് എ സ്ക്വയർ ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഇത് സാഡിൽ പോയിന്റ് ആണ്. അതുപോലെ തന്നെ വെൻ a ഈക്വൽ ടു 0, മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ഓക്കെ, 3 പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒരു പോയിന്റും കൂടി കിട്ടിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. അതിന് ആ പോയിന്റ് എന്താണ്? a/3, a/3 ആണ്. a/3, a/3. നമ്മുടെ f(x) എന്തായിരുന്നു? -2a/3 ഇൻറ്റു -2a/3. നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ f(x) f(y) മൈനസ് f(x) ഹോൾ സ്ക്വയർ എന്താണെന്നുള്ള ഇക്വേഷൻ നോക്കിയാൽ മതി. ഇത് എനിക്കിപ്പോൾ കാണാൻ പാടായതുകൊണ്ടാണ് ഞാൻ ഇത് ഡയറക്റ്റ്ലി എഴുതുന്നത്. അതെന്താണ്? -2x -2y എന്നാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് a/3 വൈൻ്റെ സ്ഥാനത്ത് a/3 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മൈനസ് അടുത്തത് -2a/3 ഹോൾ സ്ക്വയർ. ഇനി നോക്കിയേ, ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു -2 ഉണ്ട്, അപ്പോൾ 4. താഴെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, അപ്പോൾ 9. a ഇൻറ്റു a സ്ക്വയർ മൈനസ് ഇവിടുത്തെ ഈ 3നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 3a - 2a - 2a/3 ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ സെയിം ആക്കിയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നോക്കിക്കേ, 4/9 a സ്ക്വയർ മൈനസ് 3a - 2a എന്ന് പറഞ്ഞാൽ a - 2a എന്ന് പറഞ്ഞാൽ -a. അപ്പോൾ -a/3 ഹോൾ സ്ക്വയർ. ഈ മൊത്തം സാധനം കേട്ടോ ഹോൾ സ്ക്വയർ വരിക, അല്ലാണ്ട് -a മാത്രമല്ല ഹോൾ സ്ക്വയർ വരുന്നത്. ഈ മൊത്തം ടേം ആണ് ഹോൾ സ്ക്വയർ വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4/9 a സ്ക്വയർ മൈനസ് -a/3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a²/9. സോ ഇതെന്തായിട്ട് മാറി? 3a²/9. ദിസ് ഈസ് ഈക്വൽ ടു a²/3. അപ്പോൾ a²/3. ഇനി ഇവിടെയും 2 കേസ് ഉണ്ട്. എന്താണ് ആ കേസ്? when a not equal to 0, a²/3 is greater than 0. a²/3 greater than 0 വന്നാൽ ഇത്രയും നേരത്തെ കേസല്ല. a² നമ്മുടെ f(x)(x) fy മൈനസ് f(x)(y) ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് അത് എഴുതാൻ സാഡിൽ പോയിന്റ് ആണ്. പക്ഷെ ഗ്രേറ്റർ ദാൻ 0 വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. അവിടെ നമ്മൾ f(x)(x) കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് f(x)(x) കാണണ്ടേ? f(x)(x) കാണണം. അപ്പോൾ ഇവിടുത്തെ f(x)(x) നോക്കിക്കേ. f(x)(x) എന്ന് പറഞ്ഞിട്ട് എന്താ വരിക? ഈ ടേബിൾ ഇപ്പോഴാട്ടോ ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. f(x)(x) ഈക്വൽ ടു എന്താണ്? f(x)(x) ആയിട്ട് നമുക്ക് കിട്ടിയത് -2y ആണ്. അപ്പോൾ നമുക്കിവിടെ -2y എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പം -2y ആണല്ലോ. അപ്പോൾ ഈ കേസിൽ f(x)(x) -2y എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ y എന്ന് പറഞ്ഞാൽ a/3 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -2a/3 എന്ന് പറയും. ഇവിടെയും 3 കേസുകളുണ്ട്. അപ്പോൾ നോക്കിക്കേ, f(x)(x) എന്ന് പറഞ്ഞിട്ട് നമുക്ക് -2a/3 കിട്ടി. a² ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങ് പറഞ്ഞു പോയിരുന്നു. കാരണം a² എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് നമ്പറാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് പറയാം -2a²/3 എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആവും. പിന്നെ എൻ്റെ കേസ് 0 ആവുന്ന കേസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ നോക്കിക്കേ, a ആണ് തന്നത്. a നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. സോ ഞാനിവിടെ നെഗറ്റീവ് ആവുന്ന കേസ് എടുക്കുകയാണ്. വെൻ a ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് -2a/3 എന്താവും? -2 ഓൾറെഡി നെഗറ്റീവാണ്, a നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ f(x)(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് ലോക്കൽ മിനിമമാണ്. സോ ദിസ് ഈസ് മിനിമം പോയിന്റ്.
ഇതൊരു മിനിമം പോയിൻ്റ് ആണ്. വെൻ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ -2a/3 എന്ന് പറഞ്ഞു. -2 ഓൾറെഡി നെഗറ്റീവാണ്, എ പോസിറ്റീവാണ്, സോ ഇത് നെഗറ്റീവ് ആവും. സോ fxx നെഗറ്റീവ് ആണെങ്കിൽ അതൊരു മാക്സിമം പോയിൻ്റ് ആണ്. ഓക്കെ, ഇനി ഒരു കേസും കൂടി ഉണ്ട്. അതെന്ത് കേസാണ്? അത് ഞാനിവിടെ എഴുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് a=0 എന്നുള്ള കേസാണ്. ഓക്കെ, a=0 എന്നുള്ള കേസാണ്. ഇവിടെ അപ്പം -fxx എന്തായിട്ട് കിട്ടിയത്? fxx എന്ന് പറഞ്ഞാൽ -2a/3 എന്നാണ് കിട്ടിയത്. a 0 ആകുമ്പോൾ ഇതെന്തായിട്ട് മാറും? 0 ആവും. പക്ഷേ fxx =0 എന്നുള്ള കേസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡിഫൈൻഡ് അല്ല. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു തന്നിട്ടില്ല. fxx <0യും fxx <0 ഉള്ള ഒരു കേസ് മാത്രമേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. സോ നമ്മൾ ആ ഒരു കേസ് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് fxx =0 എന്നുള്ള കേസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ഓക്കെ, അതുകൊണ്ട് അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ബാക്കി 2 കേസ് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, സോ വെൻ എ ≠ 0 ഉള്ള കേസ് നമ്മൾ എഴുതി. ഇനി അടുത്ത കേസ് എന്താണ്? വെൻ a =0, a 0 ആകുമ്പോൾ a²/3 എന്തായിട്ട് മാറും? =0. സോ fxx fyy - fxy (2) 0 ആണെങ്കിൽ അത് എന്ത് പോയിൻ്റാണ്? അത് അവിടെ ഇൻകൺക്ലൂസീവ് ആണ്. നമുക്ക് കാര്യമായിട്ടൊന്നും അവിടെ പറയാനില്ല. ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡ് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ആ കേസിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഈ a b എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിൽ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? a/3, a/3 എന്നുള്ള പോയിന്റിൽ എന്താണ് എഫിൻ്റെ ബിഹേവിയർ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉപയോഗിക്കണം. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ നോക്കിക്കേ, ഇത്രയും നമ്മൾ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം. ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇതിൽ ഓരോ കേസും നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലെങ്തിയാണ്. ഇതിലൊരു കേസ് നമ്മൾ ഒഴിവാക്കി. ഏത് കേസാണത്? fxx =0 വരുന്ന കേസ് നമ്മൾ ഒഴിവാക്കി. കാരണം അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് നിങ്ങളത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് മനസ്സിലാവും. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തോളാം. സോ ആദ്യം നമുക്ക് എന്താ അവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മൾ എന്താണ് ഇവിടെ ചെയ്തതെന്ന് പറയാം. നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ, ഇത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും, മാക്സിമം മിനിമയുടെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ എഴുതുക. എന്നിട്ട് നിങ്ങൾ fx, fy, fxy, fxx, fyy ഈ 5 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് fx =0യും fy =0യും കണ്ടുപിടിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ആണ് നിങ്ങളുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അവസാനം നമ്മൾ എഴുതി ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞ് എഴുതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ബോക്സ് വരയ്ക്കുക. പിന്നെ ഈ ബോക്സ് വരച്ചാൽ മതി. ഈ ബോക്സിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്താന്ന് വേണം, പിന്നെ fxx fyy - fxy (2) fxx എന്നുള്ളൊരു ബോക്സും പിന്നെ കൺക്ലൂഷനും. ഈ ബോക്സ് വരയ്ക്കുക. പിന്നെ അതിനനുസരിച്ച് അത് എഴുതിയാൽ മതി. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി.